അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് വമ്പൻ പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് കേന്ദ്രം. ഇന്ന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം നടത്തും. DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരന്റെ നേതൃത്വത്തിലായിരിക്കും റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾ. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് രാവിലെ 10:30 മോദിയുടെ റോഡ് ഷോയും ഉണ്ടാകും. തത്സമയം റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി. തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖയും മോദി പ്രഖ്യാപിക്കും. ആദിൽ പാലോടുണ്ട്, ഒപ്പം TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആദിൽ പാലോഡിലേക്ക്. ആദിൽ പാലോഡ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തലസ്ഥാനം കളറാവും. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി കേരളത്തിന്റെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് വരാൻ പോകുന്നത്. തലസ്ഥാനത്തിന്റെ വികസന രേഖയാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിവേഗം ഓടുന്ന ഒരു റെയിൽ കൂടി കേരളത്തിന് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിൽവർ ലൈൻ അല്ല, അത് അതിവേഗ ട്രെയിനാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി BJPയുടെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുങ്ങിയോ തലസ്ഥാനം? ആദിൽ പാലോഡ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അരുൺകുമാർ, തിരുവനന്തപുരം നഗരം ശരിക്കും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കൃത്യമായ നിയന്ത്രണങ്ങൾ, സുരക്ഷയ്ക്കായി വിവിധയിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ. ഇവിടെ വലിയൊരു കട്ടൗട്ട് എൻ്റെ പിന്നിൽ കാണാം. ഞാനിപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്താണുള്ളത്. പ്രധാനമന്ത്രി മുണ്ടുടുത്ത പ്രധാനമന്ത്രി, ഷർട്ടിട്ട പ്രധാനമന്ത്രി കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം, അത് ഒരു സൂചനയാണ് എന്ന് BJP പ്രവർത്തകർ പറയുന്നു. ആദ്യത്തെ പരിപാടി പ്രധാനമന്ത്രി ആദ്യം 10 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ദില്ലിയിൽ നിന്നും വിമാനമിറങ്ങും. അതിനുശേഷം നേരെ ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് വരുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നും 200 മീറ്റർ ദൂരെ മുതൽ, ഓവർ ബ്രിഡ്ജ് മുതൽ ഇവിടേക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡ് ഷോ ആയിട്ടായിരിക്കും പ്രധാനമന്ത്രി വരിക. അത് BJPയുടെ വിജയത്തിലേക്കുള്ള റോഡ് ഷോ ആകുമെന്ന് BJP പ്രവർത്തകർ വിശ്വസിക്കുന്നു, നേതാക്കൾ പ്രതികരിക്കുന്നു. ഏതായാലും അതിനുശേഷം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തുന്നു. 2 വേദികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലൊന്ന് റെയിൽവേയുടെ പദ്ധതികൾ, 250 കോടി രൂപയുടെ കേരളത്തിലെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുന്നുണ്ട്. ഈ റെയിൽവേയുടെ 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം BJPയുടെ പരിപാടിയിലേക്ക് മാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 12:40 പ്രധാനമന്ത്രി തിരിച്ചു പോകും. ഇതിനിടെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ കേരളത്തിനുണ്ടാകുമെന്ന ചോദ്യമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ BJP അറിയിച്ചിരുന്നത്. 45 ദിവസത്തിനുള്ളിൽ BJP അധികാരം പിടിച്ചാൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനം. BJP മേയർ അധികാരമേറ്റ് 27 ദിവസമാകുമ്പോഴാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ അതിവേഗ റെയിൽ എന്നൊരു സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടാകുമോ? സിൽവർ ലൈന് ബദൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ അനുബന്ധ ചർച്ചകൾ ദില്ലിയിൽ E. ശ്രീധരനും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും തമ്മിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സൂചനകൾ ശക്തമാകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 25,000 BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 12:40 പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺ, ഓക്കെ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൽ തലസ്ഥാനത്ത് നിന്ന് ട്രാഫിക് നിയന്ത്രണമുണ്ട്, അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ. രാവിലെ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നവരൊന്ന് ശ്രദ്ധിച്ചോട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി വരുന്ന പാതകളിലൊന്നും ഇരുവശത്തും, നമുക്കറിയാം എയർപോർട്ടിൽ നിന്നും പുത്തരിക്കണ്ടം വരെയുള്ള ഈ മേഖലകളിലൊന്നും ഇരുവശത്തും പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. 25,000 ആളുകൾ വരുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ ഇതിനുള്ളിലും പുറത്തുമായി പല ഭാഗങ്ങളിലായി വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ സമീപത്തുള്ള സ്കൂളുകളുടെയൊക്കെ ഗ്രൗണ്ടുകൾ അതിനായി ഉപയോഗിച്ചിരിക്കുന്നു. ഏതായാലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സുരക്ഷാ പരിശോധനകൾ കൃത്യമായെങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് അകത്തേക്ക് കടന്ന് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തലസ്ഥാന നഗരി നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹന ഗതാഗതത്തിന് വരുന്നവർ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ട്രാഫിക് പോലീസിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. അരുൺകുമാർ, ഓക്കെ.